ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ ആദിവാസികളെ പുറന്തള്ളരുതായിരുന്നു എന്നുള്ളതാണ് എൻ്റെ വാദം. കാരണം എൻ്റെ ഡിസ്ട്രിക്റ്റാണ് വയനാട്. അവിടുത്തെ ആദിവാസികളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും നേരിട്ടറിയാവുന്ന ഒരു വനിതയാണ് ഞാൻ. അതുകൊണ്ടാണ് അവരുടെ ഊരുകളിലൂടെ പോയി സർവേ നടത്തി അവരുടെ അതിദരിദ്രരെ കണ്ടുപിടിച്ചില്ല എന്നുള്ളത് ഈ പറയപ്പെട്ട പ്രഖ്യാപനത്തിൻ്റെ അടിത്തറ ഇളക്കുന്ന ഒരു കണ്ടെത്തലായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് സജീഷ് ഒരുപാട് സമയമെടുത്ത് പറഞ്ഞല്ലോ. ഇന്നത്തെ കാര്യം തന്നെ പറയാം. ഇന്ന് മാധ്യമങ്ങൾ പുറത്തുവിട്ട ഒരു കാര്യമുണ്ട്. അതായത് ഇന്നത്തെ മീറ്റിങ്ങിന് ഈ അനൗൺസ്മെൻറ്റ് നടത്തുന്ന അതായത് പിന്നെ എന്താ പറയുക, നവയുഗം എന്നാണ് മുഖ്യമന്ത്രി ഇതിന് പറയുന്നത്. ഈ നവയുഗത്തിലേക്ക് കടക്കുന്ന കാര്യം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി 60,000 പേരെങ്കിലും ഇന്ന് സ്റ്റേഡിയത്തിൽ എത്തിയിരിക്കണമെന്ന് ആണ് മുഖ്യമന്ത്രി നേരത്തെ കൊടുത്തത്. അതായത് ഒഴിഞ്ഞ സ്റ്റേഡിയം പാടില്ല. അപ്പോൾ എന്താണ്, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ക്യാപ്റ്റീവ് ഓഡിയൻസിനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കുടുംബശ്രീ പ്രവർത്തകർ തൊട്ട് അങ്ങനെ എത്രയൊക്കെ പേര് ഗവൺമെൻറ് പറഞ്ഞാൽ അനുസരിക്കത്തക്ക രീതിയിൽ ഗവൺമെൻറ്റിൽ നിന്ന് എന്തെങ്കിലും ഇപ്പോൾ കുടുംബശ്രീക്കാർ വരും. കാരണം എന്താണ്, അവർക്ക് പിന്നെ ADSന് 1000 രൂപ വീതം പ്രവർത്തന ഗ്രാൻഡായിട്ട് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ 35 വയസ്സ് മുതൽ 50-60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് 1000 രൂപ വീതം ഗ്രാൻഡ് ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എല്ലാ മാസവും കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. കൊടുക്കില്ലയോ എന്നുള്ളതല്ല അടുത്ത ഭരണം പിടിച്ച് വന്നു കഴിഞ്ഞാൽ. പക്ഷേ ആ പ്രഖ്യാപനത്തിലൊക്കെ ഉള്ളത് എന്താണ്, ഇവർക്കൊക്കെ അവരിലൊക്കെ കണ്ണുവച്ചിരിക്കുകയാണ്. അവരുടെയൊക്കെ വോട്ട് സ്വന്തമാക്കുക, അങ്ങനെ വീണ്ടും 3ാം ഭരണത്തിലേക്ക് വരിക. അതാണ് ഈ മുഖ്യമന്ത്രിയുടെ ലക്ഷ്യം. അപ്പോൾ ഇന്ന് സ്റ്റേഡിയത്തിൽ 60,000 പേര് വന്ന് പ്രഖ്യാപനം ഒരു ധൂർത്തായിരുന്നു എന്ന ആക്ഷേപം അത് നമുക്ക് പിന്നീട് ചർച്ച. എന്റെ ചോദ്യം ഈ ഗുണഭോക്താക്കളിൽ തന്നെയാണ്. നോക്കൂ, ഇപ്പൊ സർക്കാർ ഒരു പദ്ധതി നടപ്പാക്കുകയാണ്, എക്സ്ട്രീം പോവർട്ടി ഇല്ലാതാക്കണം. അപ്പോൾ അതിൽ ഏറ്റവും മോശം ജീവിത സാഹചര്യത്തിലൂടെ പോകുന്ന ആദിവാസികളാണെന്ന് എല്ലാവർക്കും അറിയാം, അത് സർക്കാരിനും അറിയാം. ഇപ്പോൾ വയനാട് ജില്ലയെ ദാരിദ്ര്യമുക്താക്കി 2 ദിവസം മുമ്പ് പ്രഖ്യാപിച്ച മന്ത്രി കേളു അത് വിടുക. ഇപ്പോൾ സർക്കാർ ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ അതിൽ ഏറ്റവും എക്സ്ട്രീം പോവർട്ടിയിൽ മാത്രമായി ഫോക്കസ് ചെയ്ത് നടപ്പാക്കിയാൽ ഒരു സർക്കാർ വീണ്ടും അധികാരത്തിൽ വരാൻ വേണ്ടി കൂടിയാണല്ലോ ഭരിക്കുന്നത്. അവർക്ക് വോട്ട് തന്നെയാണല്ലോ ആവശ്യം. അപ്പോൾ വയനാട് ജില്ലയിൽ മാത്രമോ, വയനാട്, ഇടുക്കി, പാലക്കാട് ജില്ലയിലെ ആദിവാസി മേഖലകളിൽ മാത്രം ഈ പദ്ധതി നടപ്പാക്കിയാൽ സർക്കാർ വിചാരിക്കുന്ന ഒരു റിട്ടേൺ അതിന് കിട്ടുന്നില്ല, ഫീഡ്ബാക്ക് കിട്ടില്ല, വോട്ട് കിട്ടില്ല. അപ്പോൾ അവർ എന്ത് ചെയ്യുന്നു, അതിനൊന്ന് ഈവനായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എല്ലാ ജില്ലകളിലും, എല്ലാ സമൂഹങ്ങളിലും. സംവരണേതര സമൂഹങ്ങളിൽ അതിദരിദ്രരുണ്ടോ എന്ന് നോക്കുന്നു. അതിനെന്താണ് തെറ്റ്? ഇല്ല, അതിൽ തെറ്റില്ല ജിംസെ. അതിൽ തീർച്ചയായിട്ടും വേണമായിരുന്നു. അതോടൊപ്പം ഈ ആദിവാസി മേഖലകളെ കൂടി ഉൾപ്പെടുത്തി അവരിൽ അതിദരിദ്രരെ കണ്ടെത്തി അവരെ സംരക്ഷിക്കണമായിരുന്നു. അവരെ അതിദാരിദ്ര്യത്തിൽ നിന്ന് കയറ്റണമായിരുന്നു. അത് ചെയ്യാതെ നടത്തിയ പ്രഖ്യാപനത്തോടാണ് എനിക്ക് പരിഭവമുള്ളത്. അതാണ് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് ഞാൻ പറയുന്നത്. കാരണം ഏറ്റവും അർഹതയുള്ളവരെ തഴഞ്ഞു നിർത്തിയിട്ട് അതിനേക്കാൾ സാധ്യതകൾ ഉള്ളവരെ ഈ ഗണത്തിൽപ്പെടുത്തി ഞങ്ങൾ പരിരക്ഷിച്ചു എന്ന് പറയുന്നതിലുള്ള ആ അപകടം, അത് കൊടുക്കുന്ന തെറ്റായ ഒരു എന്താ പറയുക, ഒരു ഇമേജ് ഗവൺമെൻറ്റിന് തന്നെ തീർച്ചയായിട്ടും അതൊരു തെറ്റായ ഇമേജാണ് കൊടുക്കുക. അതല്ലാതെ ഏതെങ്കിലും തരത്തിൽ ധൂർത്ത് നടത്തിയെന്നുള്ളതല്ല എൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം. ഇങ്ങനെയൊരു പ്രഖ്യാപനം നടത്തുന്നതിന് മുൻപ് അത് പൂർണ്ണമായും സത്യമാണ്, സത്യവിരുദ്ധമല്ല എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഗവൺമെൻറ്റിന് കഴിയണമായിരുന്നു. അങ്ങനെ കഴിയണമായിരുന്നെങ്കിൽ ഈ പറയപ്പെട്ട വയനാട്ടിലെ ആദിവാസി ഊരുകളിൽ മാത്രമല്ല, നമ്മുടെ വെള്ളറട പോലെയുള്ള മേഖലകളിലൊക്കെ ധാരാളം ആദിവാസികളുണ്ട്. അങ്ങനെയുള്ള എല്ലായിടത്തും ഇപ്പോൾ നേരത്തെ താങ്കൾ മിനിസ്റ്റർ കേളുവിൻ്റെ കാര്യം പറഞ്ഞു. മിനിസ്റ്റർ കേളു ഒരു കുറിച്യനാണ്, അത് ആദിവാസികളിൽ പെട്ടതാണ്. പക്ഷേ ഹിന്ദുക്കളിൽ ബ്രാഹ്മിൺസിനെ പോലെയാണ് ആദിവാസികളിൽ കുറിച്യർ. അവരേറ്റവും ജന്മികളാണ്, ആ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ജന്മികളാണ്, വിദ്യാഭ്യാസമുള്ളവരാണ്, എല്ലാ തരത്തിലും ഏറ്റവും മുന്നാക്കക്കാരാണ് കുറിച്യർ എന്ന് പറയുന്നത്. ആ ഗണത്തിൽപ്പെട്ടതാണ് മിസ്റ്റർ കേളു. അപ്പോൾ അദ്ദേഹത്തിന് ഈ സാധാരണ ആദിവാസികളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒന്നും അറിയാൻ സാധ്യതയില്ല, അഥവാ അറിയാൻ ശ്രമിക്കുകയില്ല. അവരുടെ പാടായി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാക്കളാണ് നമ്മുടെ നാട്ടിലുള്ളവർ ഭൂരിഭാഗവും. അപ്പൊ അക്കൂട്ടത്തിൽ തന്നെ മിസ്റ്റർ കേളു പോയി കാണും. അല്ലെങ്കിൽ കേളുവിന് ധൈര്യമില്ല, ഈ തെറ്റാണ്, ഇതല്ല, നിങ്ങൾ ഞങ്ങളുടെ നാട്ടിലെ ആദിവാസി ഊരുകളിൽ നടത്തിയില്ല, അവരെ ഉൾപ്പെടുത്തിയില്ല
എന്ന് പറയാനുള്ള ധൈര്യം ഒരുപക്ഷെ കേളുവിനുണ്ടായിരുന്നിരിക്കില്ല. ഈ മിനിസ്ട്രിയിലുള്ളവർക്കും ആ ധൈര്യമില്ല. അതാണ് അവരിങ്ങനെ എല്ലാത്തിനും റാൻമൂളികളായിട്ട് നടക്കുന്നത്. മിസ്റ്റർ സജീഷ് വരെ ഗവൺമെന്റിനെ വെറുതെ പ്രൊട്ടക്ട് ചെയ്യാൻ സംസാരിക്കുന്നത് ആ ധൈര്യമില്ലായ്മ കൊണ്ട് മാത്രമാണ്.